Hi, hello everyone. Good evening, all. Good evening. Welcome to India's first live animated tuition. Hello. Hi, all. ഇവിടെ ആരും ഇല്ലേ? നമ്മൾ പറയുന്നൊന്നും ആരും കേൾക്കുന്നില്ലേ? ഹലോ. എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ആക്കി വെച്ചേ. ഹലോ ഹലോ ഹലോ. ആകെ ഇവിടെ ഒരു 3-4-5 പേരേ ഉള്ളൂ. അവരാണെങ്കിൽ ക്യാമറ ഒരാൾ ഓൺ ആക്കിയിട്ടുണ്ട്. ആരാണത്? സർ മുഹമ്മദ് മൊയ്തീൻ. മുഹമ്മദ് മൊയ്തീൻ. ഓക്കെ. പിന്നെ ആരൊക്കെയാണുള്ളത്? ഒന്ന് ക്യാമറ എല്ലാരും ഓൺ ആക്കി വെച്ചേ. ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടാ ഞാനിവിടെ. യാ സർ. ആരാധ്യ. ആരാധ്യ ഉണ്ട്. അഭിനവ്. അഭിനവ്. നിഹ മെഹറിൻ. ഗൗതം കൃഷ്ണ. ഗൗതം കൃഷ്ണ. മിർജ ഓൺ ആക്കിയിട്ടില്ല. ഗൗതം കൃഷ്ണ ഓൺ ആക്കിയിട്ടില്ല. പിന്നെ ആരാണ് സാർ? നിഹ മെഹറിൻ ഓൺ ആക്കിയിട്ടില്ല. മൊയ്തീൻ ഓൺ ആക്കിയത് ഓഫ് ആക്കി വെച്ചു. ഓണാക്കി വെക്കേ. ആകെ നമ്മൾ 4-5 പേരെ ഇവിടെ ഉള്ളൂ. നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്തിരുന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഗൈസ്? ഓക്കെ. am I audible to you? കേൾക്കുന്നുണ്ടോ? all set. ആരായിരുന്നു ആയിരിക്കുന്ന ആളുടെ പേരെന്ന് പറഞ്ഞ സർ? അഭിനവ്. അഭിനവ്. അഭിനവിന് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യും. സോ കമന്റ്. അഭിനവ് ഇപ്പൊ ഒരു മെസ്സേജ് വരില്ല. ഒന്ന് ഹലോ കൊടുക്കാവോ? അഭിനവ് എന്താ ചെയ്യണേ? അഭിനവിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്താണ് ഇപ്പൊ നമ്മൾ എങ്ങനെ അറിയും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഇല്ലയെന്ന്? എന്നാ കമന്റ് ചെയ്യാവോ? അഭിനവ് ഒന്ന് കമന്റ് ചെയ്യാവോ? സാർ എല്ലാവർക്കും അൺമ്യൂട്ട് ദംസെൽവ്സ് കൊടുത്തേ. അവർക്ക് സ്വന്തമായിട്ട് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തോ. ഹോസ്റ്റൽസിൽ അത് കൊടുത്തോളൂ. അതായത് അവർക്ക് അൺമ്യൂട്ട് ദംസെൽവ്സ് സ്വന്തമായിട്ട് അൺമ്യൂട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ? ഇനി ഒന്ന് ഓൺ ആക്കിയേ. അഭിനവേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആരാ അത്? നിഹ. ഹലോ നിഹ. ഹലോ നിഹ. ഹലോ. ആരാധ്യയാണോ അത്? ആരാധ്യ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അഭിനവിന് ശരിക്കും എന്ത് ഇഷ്യൂ ഫീൽ ചെയ്യുന്നത്? അഭിനവ് ഒന്ന് ഇവിടെ കമന്റ് ചെയ്യാവോ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാവോ അഭിനവേ? സൗണ്ട് വരുന്നില്ല. നിഹയുടെ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കില്ല എന്നാണോ ഉദ്ദേശിച്ചത്? ഗൗതം കൃഷ്ണ. So wait. Am I audible? Yes or no? ആരാധ്യ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അത് ശരി. നിങ്ങൾ എന്താണ് ഗൈസ്? ഒരു 3-4-5 പേരാണ് ഈ ക്ലാസ്സിനകത്ത് ആകെയുള്ളത്. ഞാൻ എത്ര നേരമായി നിങ്ങളുടെ അടുത്ത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലേ ഒക്കെ ചോദിക്കുന്ന. ഒന്ന് റിപ്ലൈ തന്നൂടെ? വൈ? എന്താ ഗൗതം കൃഷ്ണ ഒന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ക്യാമറ ഓൺ ആക്കി. മക്കളെ എല്ലാരും ക്യാമറ ഓൺ ആക്കി വെച്ചു. നിങ്ങൾ എനിക്ക് കാണേയില്ല. ഒന്ന് ക്യാമറ ഓൺ ആക്കി വെക്കൂ പ്ലീസ് എല്ലാവരും. സാർ നമ്മളിപ്പോൾ ഇവർക്കാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഇന്ന്. നമ്മളുടെ അഡ്മിൻ സൈറ്റിൽ നിന്ന് ആരെങ്കിലും കയറിയിട്ടുണ്ടോ? ഇല്ല അല്ലേ?
അത് നമ്മളുടെ തന്നെ ഐഡിയ അല്ല ഹാബിറ്റ് ലൈഫ് ട്യൂഷൻ. ആ അതെ. അഭിനവന് ഞാൻ പറയുന്നത് കേൾക്കണ്ടോ? അഭിനവേ എന്താ അല്ലാട്രാ, എന്താടാ ദൈവങ്ങളെ തോറ്റു. ഓക്കെ, എനിവേ ഇനി ക്ലാസ് നോക്കുന്ന ആർക്കാണെങ്കിലും ഇവിടെ ഒരു 4-5 പേരാണുള്ളത്. ആ 4-5 പേരിൽ 4 പേര് ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. ദെൻ ഞാൻ ആരോടാണ് സംസാരിക്കുക? കമന്റ് ബോക്സിൽ ആരോ എനിക്ക് മെസ്സേജ് ഇട്ടു, നിഹയാണെന്ന് തോന്നുന്നു. ഓക്കെ നിഹ, താങ്ക്സ്. ഞാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒരു യെസ് ഇടേണ്ടതാണ് പ്ലീസ്. ഒരു യെസ്. ഞാൻ പറയുന്നത് എല്ലാം ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അൺമ്യൂട്ട് ദം സെൽസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇടയിൽ അൺമ്യൂട്ട് ചെയ്യാം. ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക. യെസ്. ഓ എനിവേ എന്തെങ്കിലും ആവട്ടെ, ഒരു 4 യെസ് വന്നു, സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം, ഞാൻ നിങ്ങളൊക്കെ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾ എവിടെയാണ് വീട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാണ് ഞാൻ ഫസ്റ്റ് തന്നെ എല്ലാവരുടെയും ക്യാമറ ഓൺ ആക്കുക എന്നൊക്കെ പറഞ്ഞത്. സാർ ആദ്യം ആരാധ്യ അൺമ്യൂട്ട് ആക്കിയേ. ആരാധ്യ ഒന്ന് അൺമ്യൂട്ട് ആക്കിയേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആരാധ്യയുടെ വീട് എവിടെയാണ് ആരാധ്യ? ഏത് ഡിസ്ട്രിക്റ്റ് ആണത്? കോഴിക്കോട് നിന്നാണ് ആരാധ്യ. ഓക്കെ. അഭിനവ് എവിടെ നിന്നാണ്? പറയൂ അഭിനവ് എവിടെ നിന്നാണ്? എടാ കമന്റ് ബോക്സിൽ പറയടാ. നിനക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അത് എന്താ പ്രശ്നം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേ എന്ത് പ്രശ്നമാണെങ്കിലും നീ കമന്റ് ബോക്സിൽ പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഓക്കെ, കമന്റ് ബോക്സിൽ പറ അഭിനവ് എവിടെ വീടുന്ന്. നീ എവിടെ നിന്നാണെന്ന് അറിയാനാണ് ഞങ്ങൾ ഇവിടെ. എന്താണ് സാർ സാർ എന്താ പറയുന്നത്? പായാട് എന്നാണോ? ആണോ? പേയാടാണ്. സാർ ഒന്ന് വലുതാക്കി വെച്ചോട്ടോ, എനിക്ക് അവിടേക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ കാണില്ല. ഓക്കെ യെസ്, പേയാട് എന്നാണ്. പേയാടിന് കഴിഞ്ഞ വട്ടം അത് അഭിനവന്നെ ആയിരുന്നോ ടീച്ചറുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്? ആണോ? പേയാടിന് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന അഭിനവ് തന്നെയാണോ? അഭിനവേ ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, അങ്ങനെ പണ. അപ്പോ ഇതിനകത്ത് എന്റെ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ് കണ്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ? അഭിനവ് ഉണ്ട്, പിന്നെ ആരൊക്കെയാ ഉള്ളത്? ടീച്ചറുടെ കഴിഞ്ഞ ക്ലാസ് കണ്ട ആരൊക്കെയുണ്ട് ഇവിടെ? ആരാധ്യ, നിഹ, മിർജ, ഗൗതം, പിന്നെ ആരാണ് സാർ? ഫ്രെഡ് ലാസ്റ്റുള്ള പേരെന്തായിരുന്നു? ഫ്രെഡി. അങ്ങനെ ആരെങ്കിലും ഒക്കെ മുന്നത്തെ എന്റെ ക്ലാസ് ടീച്ചർ കഴിഞ്ഞിട്ട് മുന്നത്തെ ദിവസം എടുത്ത ക്ലാസ് കണ്ട ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇല്ല. സോ അഭിനവ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ 2 ട്രയൽ സെഷൻ ആണ് മോനുള്ളത്. ഓക്കെ, അപ്പൊ ഒരു കെമിസ്ട്രി സയൻസ് കയറി ഒരു മാത്സും കഴിഞ്ഞിട്ടുണ്ടാവും. ഇത്രയാണ് മോനുള്ളത്. അപ്പോൾ ഇനി അതേ ടോപ്പിക്കിനാണ് ടീച്ചർ ഇവിടെ അഗെയിൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ട്രയൽ സെഷൻ ആണല്ലോ, റെഗുലർ ക്ലാസ് അല്ലല്ലോ. റെഗുലർ ക്ലാസ് അപ്പുറത്ത് ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വേണം? മോനെ ആരെയാണോ അവിടുന്ന് 90+ നിന്ന് കോണ്ടാക്ട് ചെയ്യാറുള്ളത് അവരൊന്ന് തിരിച്ചു വിളിച്ച് പറയണം. ഓക്കെ, മോന്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന്, എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലേ, എന്താണ് അതിന്റെ ഒരു പ്ലാൻ എന്താണെന്ന് ഒന്ന് അവരെ വിളിച്ചു പറയണം. കേൾക്കുന്നുണ്ടോ അഭിനവ്? ഓക്കെ, കാരണം ടീച്ചർ അതേ ടോപ്പിക് ഒന്നും കൂടെ അത് തറായിട്ട് കേൾക്കാനായിട്ട് ഇരിക്കാനാണെങ്കിൽ ഓക്കെ, ഡൺ, നോ ഇഷ്യൂ. അതല്ലെങ്കിൽ മോൻ എന്ത് ചെയ്തോളൂ, ലീവ് ചെയ്തിട്ട് അവരോട് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ അഭിനവ്, ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഓൾറെഡി ടീച്ചറുടെ കഴിഞ്ഞ മുന്നത്തെ വർഷത്തെ ആ ഒരു ക്ലാസ് കണ്ട ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? അഭിനവ് ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നോബഡി, റൈറ്റ്? ഈശ്വര, ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ നോക്കി ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കും? നിങ്ങൾ തന്നെ പറ. 1 മണിക്കൂർ എന്തായാലും ട്രയൽ ക്ലാസ് കാണാൻ നിങ്ങൾ റെഡി ആയി വന്ന സ്ഥിതിക്ക് നമ്മുടെ ക്ലാസ് ഒരു ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. നിങ്ങൾക്ക് അറിയാലോ, ഒരു യൂട്യൂബ് ക്ലാസ് പോലെയോ അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ക്ലാസ് പോലെയോ പോകേണ്ട ക്ലാസ് അല്ല. ഫുൾ നമ്മള് വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ എടുത്ത് ചോദ്യമൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ പോകേണ്ട ക്ലാസ് ആണ്. നിങ്ങൾ 4 പേരും ക്യാമറ ഓഫ് ചെയ്തിരുന്നാൽ, അല്ല 5 പേരുണ്ട് അല്ലെ, 5 പേരും ക്യാമറ ഓഫ് ചെയ്തിരുന്നാൽ പിന്നെ ഞാൻ ആരോടാണ് ഇതൊക്കെ പറയാൻ പോകുന്നത്?
എനിവേ നമുക്ക് റെക്കോർഡ് ക്ലാസ് പോലെ പോകേണ്ടി വരും അല്ലേ സാർ? നമുക്ക് അങ്ങനെ പോവാം. ഓക്കെ, അപ്പോ ആരുമില്ല, എല്ലാവരും ന്യൂ സ്റ്റുഡൻസ് ആണ്. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ എന്തായാലും നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്നൊക്കെ വാച്ച് ചെയ്യാന്ന് വന്നിട്ട് ടീച്ചർക്ക് അറിയാം. അപ്പൊ ടീച്ചറുടെ പേര് ആര്യ എന്നാണ്. യു ക്യാൻ റീഡ് ഫ്രം ഹിയർ. ആര്യ എന്നാണ് എന്റെ പേര്. ആൻഡ് ഐ ആം യുവർ കെമിസ്ട്രി ടീച്ചർ ഫോർ ദിസ് ഇയർ. ഓക്കെ, ഞാൻ ഇവിടെ കെമിസ്ട്രി എടുക്കുന്ന ടീച്ചറാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 90+ ഒരു കമന്റ് ബോക്സ് ഉണ്ട്. അവിടെ മേ ബി അവിടെ നിങ്ങൾക്ക് കമന്റുകൾ ചെയ്യാം. അതല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തതേ, നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ അൺമ്യൂട്ട് ദംസെൽസ് തന്നിട്ടുണ്ട്, സ്വന്തമായിട്ട് അൺമ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അത് റെഗുലർ ക്ലാസ്സിൽ ഉണ്ടാവാറില്ല, നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അതേ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പൊ അത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാം. അവിടെ ഒരു ഹാൻഡ് റൈസ് ബട്ടൺ ഉണ്ട്, ഇങ്ങനെ കൈപ്പത്തി അടയാളം, അവിടെ ഹാൻഡ് റൈസ് ബട്ടൺ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ യു ക്യാൻ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് നമ്മളോട് സംസാരിക്കാം. അപ്പോ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ബട്ട് ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ക്യാമറ ഓൺ ആക്കി വെക്കൂ. ഐ ആം റിക്വസ്റ്റിംഗ് ടു യു. നമ്മളെല്ലാവരും റിക്വസ്റ്റ് ചെയ്യാണ്, ബിക്കോസ് ഇതൊരു ട്രയൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റൂൾസ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് ചീത്ത പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഐ ആം റിക്വസ്റ്റിംഗ് ആ ക്യാമറ ഒന്ന് എല്ലാവരും. ആരാണ് ഓൺ ആക്കിയ ആളാണ്? ഫ്രെഡി ആണോ? ഫ്രെഡി. എനിവേ ഫ്രെഡി ഓൺ ആക്കിയിട്ടുണ്ട്, ബാക്കി ഒരാൾ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. വായി നിങ്ങൾ അവിടെ ഇല്ലേ? അപ്പോ നിങ്ങൾ ചുമ്മാ എന്തായാലും ഒരു ക്ലാസ് കാണാൻ പറഞ്ഞു എല്ലാവരും. എന്നാ പിന്നെ കയറിയേക്കാം, എന്നിട്ട് അങ്ങ് ഓൺ ആക്കിയിട്ട് ആ വഴിക്ക് അങ്ങ് പോയേക്കാം. അങ്ങനെയാണോ? അതോ അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഗൈസ്. ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഹാർട്ട്സോ ഒരു തീയോ ഒരു ബോംബോ എന്തെങ്കിലുമൊക്കെ കമന്റ് ബോക്സ് എന്നിട്ട് പൊട്ടിച്ചേ, കാണട്ടെ അവിടെ ഉണ്ടോ ഇല്ലേന്ന്. ഫ്രെഡി അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഫ്രെഡി, ഇനി ക്യാമറ ഓഫ് ആക്കല്ലേ ഫ്രെഡി, പ്ലീസ് ഓൺ ആക്കി വെക്കൂ. ബാക്കിയുള്ളവരുണ്ടോ ഇല്ലേന്ന് ഞാനൊന്ന് കണ്ടോട്ടെ. പ്ലീസ് കമന്റ് ബോക്സിൽ പറയൂ എന്തെങ്കിലുമൊക്കെ. അതാരായിരുന്നു സാർ ആ ഓണാക്കി രണ്ടാമത്തെ ആളാരായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ ക്യാമറ ഓണാക്കിച്ച് പോവാ വഴിക്ക്. ആരത്? ഗൗരി സുനിൽ. എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? അവിടെ ഇരിക്കേ. അൺമ്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, അവിടെ സംസാരിക്കണമെങ്കിൽ കേൾക്കൂല. ഫ്രെഡി, ഗൗരി, ബാക്കിയുള്ളവര്. എടാ ഒന്ന് അവിടെ കമന്റ് ബോക്സ് ഇല്ലേ നിങ്ങൾക്ക് ഇനി? അതാണോ? അങ്ങനെ ഒന്നും ഒരു ക്യാമറ ഓൺ ആക്കണ്ടേ? ഈ സൂമിൽ എന്തോ അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ഇനി അതുകൊണ്ട് കമന്റ് ചെയ്യാൻ പറ്റാതിരിക്കുവാണോ ഇനി ആരെങ്കിലും? അങ്ങനെയാണോ? ആണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയട്ടെ. അതാണ് ടീച്ചർ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടില്ല. അൺമ്യൂട്ട് ചെയ്ത് പറ. ടീച്ചറെ കമന്റ് ചെയ്യാൻ പറ്റില്ല. ഗൗതം കൃഷ്ണ, ശരി. അതേ അവിടെ തീയും പൊക്കൊക്കെ വരുന്നു. അപ്പൊ ഓപ്ഷൻ ഇല്ലാഞ്ഞിട്ടല്ല, ടീച്ചർ 10 വട്ടം ചോദിക്കട്ടെ, എന്നിട്ട് ഇടാഞ്ഞിട്ടാണോ? മുന്നേ ഇട്ടത് ഇനിയിപ്പൊ വരുന്നതാണോ ദൈവത്തിനറിയാം അല്ലെ? എനിവേ സോ നമ്മളിങ്ങനെ ഒരുപാട് ലാഗ് ആക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇവിടുത്തെ ക്ലാസ്സുകൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാനാണ് വന്നെങ്കിൽ ടീച്ചർക്കും അറിയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് സെഷൻ. അപ്പൊ നമ്മള് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പൊതുവെ എങ്ങനെയാണ്? ഈസി സബ്ജക്റ്റ് ആണോ അതോ അങ്ങനെ ഈസി ഒന്നും അല്ല, ഇറ്റ്സ് ടഫ്, അങ്ങനെയാണോ? എങ്ങനെയാണ് കെമിസ്ട്രി? ഭയങ്കര ഈസി ആണോ ഭയങ്കര ടഫാണോ? എങ്ങനെയാണ് ഗൈസ്? കമന്റ്. അങ്ങനെയുണ്ട് കെമിസ്ട്രി നിങ്ങൾക്ക് മൊത്തത്തില്? സാർ നമുക്ക് ടു എവരിവൺ ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ലേ? ആണല്ലേ, എന്നിട്ടാണ്. അത് ശരി. പറയൂ ഗൈസ്, എന്താണ് കെമിസ്ട്രി എങ്ങനെയാണ് പൊതുവെ? ടഫ്. ഗൗതം കൃഷ്ണ ഒന്നിന് രണ്ടാമത് വർത്താനില്ല, ഇറ്റ് ഇസ് ടഫ്. ഓക്കെ, ഇത്ര ടഫാണോ? എല്ലാവർക്കും അങ്ങനെയാണോ? ബട്ട് കെമിസ്ട്രി അത് ടഫ് ഒന്നും അല്ല. കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതൊക്കെ അങ്ങ് പഠിച്ചു പോയാൽ നമുക്ക് ഈസി ആക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. അപ്പൊ കെമിസ്ട്രിയിൽ കുറെ ടോപ്പിക്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഞാനൊരു ഇന്ന് നിങ്ങളിപ്പോ കയറിയിരിക്കുന്നത് എന്തിനാണെന്ന് ടീച്ചർക്ക് അറിയാം. അതായത് നമ്മുടെ ക്ലാസ് എങ്ങനെയുണ്ട്, ഇസ് ഇറ്റ് ഗുഡ്, ഇസ് ഇറ്റ് ഓക്കെ ഫോർ യു, ഇതറിയാനാണ് നിങ്ങളിപ്പോ കയറിയിരിക്കുന്നത്. അപ്പൊ ആ നേരത്തെ ഞാനൊരു ചാപ്റ്റർ ഒക്കെ അങ്ങോട്ട് തുടങ്ങി. തുടക്കത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ എടുത്ത് നിങ്ങളെ കാണിച്ച് പേടിപ്പിച്ച് ഓടിപ്പിക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കോമൺ ടോപ്പിക് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഒരു കോമൺ ടോപ്പിക്. കോമൺ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് കാലത്ത് കെമിസ്ട്രി പഠിച്ചാലും, അതായത് നിങ്ങൾ ചെറുപ്പത്തിൽ ബേസിക് സയൻസ് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ 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 വലിയ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് അറിയാം കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, ഇങ്ങനെയുണ്ട് അല്ലേ? അപ്പൊ അതില് ഏത് കാലത്തും ഇവൻ +1 സയൻസ് എടുത്താൽ പോലും അപ്പോഴും ആവശ്യമുള്ള കെമിസ്ട്രിയുടെ ഒരു ടോപ്പിക്കാണ് ടീച്ചർ എന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും 1 hour നമ്മുടെ ക്ലാസ് കാണുകയാണ് അല്ലേ? ഗൗരി അല്ലേ ആയിരിക്കുന്നത് മേലെ?
ക്യാമറ ഓൺ ആക്കിയിരിക്കുന്ന ആളുടെ പേരെന്താ? ഗൗരി അല്ലേ? ഗൗരി. ഓക്കെ, ഗൗരിയും ഫ്രെഡിയും നിങ്ങളെ മാത്രമേ ഞാൻ പേര് വിളിക്കുള്ളൂ. ബാക്കി ഗൗതം കൃഷ്ണ പിന്നെ കമന്റ് ബോക്സിലെങ്കിലും ഒരു അനക്കമുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ അവിടെ ഉണ്ടോ ഇല്ലേന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. ബാക്കി എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിവേ, അപ്പോ നമുക്കറിയാം, അതായത് നമുക്ക് കെമിസ്ട്രി പഠിക്കുന്നിടത്തോളം കാലം ആവശ്യമുള്ള ഒരു ടോപ്പിക് അതാണ് ടീച്ചർ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. The topic is acids, bases and salts. ഓക്കെ, ടോപ്പിക് ഏതാണ്? ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും അല്ലെ? ആസിഡും ബേസും ഒക്കെ അറിയാവോ? ആസിഡ് ബേസ് ഒക്കെ അറിയാവോ? ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടോ? അതോ ഈ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നുണ്ടോ? ഉണ്ടോടാ? കേട്ടുണ്ട്. ആസിഡ് ഒന്നും കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അതിനെ പറ്റിയാണ് ടീച്ചർ ഇന്ന് ക്ലാസ്. ചെറിയൊരു ടോപ്പിക്കാണ് നിങ്ങൾക്ക്. നിങ്ങൾ പെട്ടെന്നൊരു ടോപ്പിക്കോ ചാപ്റ്ററോ ഒന്നും എടുത്തെടുക്കാനൊന്നും പഠിച്ചിട്ടുണ്ട്. യെസ്, ഐ നോ ഇറ്റ്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അതൊന്നും ഒറ്റടിക്ക് ഡൈജസ്റ്റ് ആവില്ല എന്ന് ഐ നോ ഇറ്റ് ഓൾറെഡി. അപ്പൊ എന്തായാലും 1 hour നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ നോളജും കൊണ്ട് വേണം പോകാനായിട്ട് അല്ലെ? കുറച്ച് നേരം എന്തായാലും ക്ലാസ് കാണുന്നുണ്ട്. അപ്പൊ അത് വേസ്റ്റ് ആവാൻ പാടില്ല. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ അതാണ് ടീച്ചർ ഇങ്ങനെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ? Are you ready guys? All okay? All set? പഠിച്ചു തുടങ്ങാമെന്ന് പറയാനില്ല, സിമ്പിൾ ടോപ്പിക്. അപ്പൊ നമുക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കാം കുറച്ച് നേരം. That's it. ഓക്കെ, അപ്പോൾ ടീച്ചർ നമ്മൾ പറഞ്ഞല്ലോ, ഈ ചുറ്റും നമ്മുടെ ചുറ്റും ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്. നമ്മുടെ ബോഡിയിലാണെങ്കിലും നമ്മളുടെ ചുറ്റും എൻവയോൺമെന്റിലാണെങ്കിലും ആൻഡ് നമുക്ക് എവിടെ നോക്കിയാലും വി ക്യാൻ സീ എ ലോട്ട് ഓഫ് കോമ്പൗണ്ട്സ് ഇൻക്ലൂഡിങ് ദിസ് പെൻ, ദിസ് വാച്ച്, വാട്ട് എവർ. നമ്മളുടെ ബോഡി എന്തെടുത്ത് നോക്കിയാലും, നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ എന്തെടുത്ത് നോക്കിയാലും വി ക്യാൻ സീ എ ലോട്ട് ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ്. നമുക്ക് ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ടുകൾ അവിടെ കാണാം. അപ്പൊ അവരെയൊക്കെ നമുക്ക് മെയിൻലി ഇൻറ്റു 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, വി ക്യാൻ ക്ലാസിഫൈ ദം ഇൻറ്റു 3. ഏതൊക്കെ? ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ്. ഓക്കെ സർ, ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ്, ഇങ്ങനെ 3 ആയിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ അതില് ആ 3 കാറ്റഗറി ആൾക്കാരെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ ടീച്ചർ ഇന്ന് നിങ്ങളെ ഈ ഒരു ടൈമിൽ ഞാൻ ഒന്ന് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഓൾറെഡി ഈ ക്ലാസ്സിലുള്ളവർ ഉണ്ട്. ഞാൻ ഓൾറെഡി ഇത് മുന്നെടുത്തപ്പോൾ ഉണ്ടായിരുന്നവർ ഇതില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഉണ്ടെങ്കിൽ ടീച്ചറോട് പറയുക കേട്ടോ. ഓക്കെ, അപ്പൊ ലെറ്റ്സ് സീ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. എന്താ ഇതിനകത്തൊരു പ്രത്യേകത? എന്താ ഇതിനകത്ത് പ്രത്യേകത ഗൈസ്? ഇതിൽ പ്രത്യേകത ഉണ്ടോ? എന്താണ് ഗൈസ് എന്ത് പ്രത്യേകത? ആ കുട്ടിയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ആ നാരങ്ങ കടിച്ചു പിടിച്ചിരിക്കുമ്പോ കഴിച്ചിട്ടാണോ അതങ്ങനെ കാണിക്കുന്നത്? അതോ കഴിച്ചിട്ടാണോ, അതോ മധുരിച്ചിട്ടാണോ, അതോ എങ്ങനെയാണ്? എന്ത് ഒരു നമ്മൾ എന്താ പറയാ, എന്ത് ടേസ്റ്റ് കൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് വികാരം കൊണ്ടാണ് ആളിങ്ങനെ എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്നത്? ടെൽ മീ ഗൈസ്. അത് തന്നെ എന്തുകൊണ്ട്? പുളിച്ചിട്ട്. സംശയം എന്താ അല്ലെ? ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് സോ ടേസ്റ്റ്. അതിന്റെ പുളി ടേസ്റ്റ് ആണ് അതിന്റെ കാരണം അല്ലെ? പുളിച്ചിട്ടാണ് ആളിങ്ങനെ എന്താ പറയാ ഒരുമാതിരി എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്നത്. ഈ പുളിച്ചിട്ട് എന്ന് പറയുമ്പോ ടീച്ചർ ഇപ്പൊ എന്തിനാ ഇപ്പൊ ഈ സാധനം ഇവിടെ കാണിച്ചതെന്ന് അറിയാവോ നിങ്ങൾക്ക്? ബിക്കോസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് ആസിഡ്സിനെ പറ്റിയാണ്. ആസിഡ്സ് ആൻഡ് ആസിഡ്സ് എന്ന് പറഞ്ഞാലേ നമുക്ക് വെരി ഈസിലി ഒരാളെ കൺവിൻസ് ചെയ്യാൻ എന്താണ് ആസിഡ് എന്ന് ഒരാളോട് പറയാൻ ഏറ്റവും എളുപ്പമുള്ളതാണ് എന്താ? അതിന്റെ ടേസ്റ്റ്. എന്താണ് ആസിഡ്സ്? The chemical substances which have a sour taste. ഒരു പുളി ടേസ്റ്റ് ഉള്ള കെമിക്കൽ സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആസിഡ്സ് എന്ന് പറയുന്നത്. Substances which have a sour taste. ഒരു പുളി ടേസ്റ്റ് എന്നും വിചാരിച്ച നാട്ടിലുള്ള എല്ലാ ആസിഡും പുളിയാണോ എന്ന് നമുക്ക് വായ വെച്ച് നോക്കാൻ പറ്റുമോ ബോയ്സ്? പറ്റുമോ? കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വെച്ചതേ ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പോഴേക്കും എന്ത് സംഭവിക്കും? വെച്ചതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ നാവ് ഇട്ട വിരലും പോയിണ്ടാവും, വെച്ച നാവും പോയിണ്ടാവും. സോ
അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ബട്ട് നമ്മുടെ ചുറ്റുമുള്ള നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ കയറിയിട്ട് കുറച്ച് പുളിയുള്ള സാധനങ്ങൾ നോക്കുക. പുളിയുള്ള കുറേ ഐറ്റംസ് അവിടെ ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ കാണൂല. അതൊക്കെ നിങ്ങൾ നോക്കിക്കോ. മോസ്റ്റ് ഓഫ് ദം വിൽ കണ്ടെയ്ൻ ഒരു അസിഡിക് സബ്സ്റ്റൻസ് ഉണ്ടാവും അതിനകത്ത്. ഓക്കെ, അത് ടീച്ചർ ഇപ്പോൾ പറയാം. അതിന് മുന്നേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തായാലും ഇത്രയും കാലം സയൻസ് പഠിച്ചു വന്ന ആൾക്കാരാണ്. സോ ടെൽ മീ, ഒരു ആസിഡിന്റെ പേര്. ഈ ഇരിക്കുന്ന 7 പേരില്ല, ജസ്റ്റ് 6 മെമ്പേഴ്സ്, എല്ലാവരും ഒരു ആസിഡിന്റെ പേരൊന്ന് കമന്റ് ചെയ്തേ. മാസി, നിങ്ങൾക്ക് അറിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു ആസിഡിന്റെ പേര്. കുറേ ആസിഡ്സ് നാട്ടിലുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ആസിഡ്, നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുമുണ്ട്. ഐ നോ, നിങ്ങൾ UP ക്ലാസ്സുകളിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതായത് ഇതല്ല, ഇതിനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ പറ ഒരു ആസിഡിന്റെ പേര്. യെസ്, ഗൗരി സുനിൽ സിട്രിക് ആസിഡ് പറഞ്ഞിട്ടുണ്ട്. ആരാധ്യ പറഞ്ഞിട്ടുണ്ട് ലാക്റ്റിക് ആസിഡ്. ആൻഡ് ബാക്കിയുള്ളവർക്കൊക്കെ ഏത് ആസിഡാണ് പറയാനുള്ളത്? ഫ്രെഡി, പിന്നാരാ, നിഹ, ഗൗതം കൃഷ്ണ, മിർജ, എല്ലാരും പറ. ടാറ്റാറിക്, ഗൗതം പറഞ്ഞിട്ടുണ്ട് ടാറ്റാറിക് ആസിഡ് ഉണ്ട്. പിന്നെ 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 പറ. ഇനി ആരൊക്കെ ഉള്ളത്? നിഹ ആൻഡ് മിർജ, റൈറ്റ്? നിഹ, മിർജ, നിങ്ങൾ അവിടെ ഉണ്ടോ? നിങ്ങളുടെ കമന്റ് ഒന്നും കമന്റ് ബോക്സിൽ വരുന്നില്ലല്ലോ. നിങ്ങൾ അവിടെ ഉണ്ടോ മക്കളെ? നിഹ ആൻഡ് മിർജ, ചൽമി. ഗൗതം അടുത്തത് പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് ഫോമിക് ആസിഡ്. ഗുഡ്, കറക്റ്റ്. പിന്നെ ഏതെങ്കിലും ഉണ്ടോ? ഫ്രെഡി പോയോ? ആണല്ല, വന്നു പോയി. നീണ്ടോ? എനി ഓപ്ഷൻസ്? യെസ്, മിർജ ഇസ് ലൈക്ക്. ഇതൊന്നും അല്ല എനിക്ക് പറയാനുള്ളത്, ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ആസിഡാണ്. ആരാത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. കറക്റ്റ്, വെരി വെരി കറക്റ്റ്. ഓക്സാലിക് ആസിഡ്. ഗൗതം, ഓക്കെ, ഡൺ. അപ്പൊ കുറെയൊക്കെ കമന്റ് ബോക്സിൽ വന്നു. ആൻഡ് ഐ ആം ഹാപ്പി. എനിവേ, നിങ്ങൾ കമന്റ് ചെയ്തല്ലോ. തീരെ കമന്റ് ചെയ്യാത്ത ആളായിരുന്നു നിഹ. നിഹയ്ക്ക് എന്തെങ്കിലും അവിടെ ഇഷ്യൂ ഉണ്ടോ കമന്റ് ബോക്സിന്? ടീച്ചർക്ക് ക്യാമറ ഓഫ് ചെയ്തിരുന്ന കമന്റ് ബോക്സ് ഒന്നും പറഞ്ഞ് ഞാൻ അറിയില്ല കേട്ടോ. യു ക്യാൻ അൺമ്യൂട്ട് ദം ബൈ. എന്തായിരുന്നു ഉദ്ദേശിച്ചത്? നിഹ, എനിക്ക് ആക്ച്വലി അത് മനസ്സിലായില്ല എന്താണെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, എനിവേ, എന്താണ് സാർ ഉദ്ദേശിച്ചത് അറിയാവോ? ഗൗരി, ബെൻസോയിക് ആസിഡ്. 10ാം ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ള ആസിഡാണ് അതല്ലേ? അതൊക്കെ ഉണ്ട്. അപ്പൊ ആരും പേടിക്കണ്ട, പഠിക്കാം. ബെൻസോയിക് ആസിഡ്, അങ്ങനെ. ഓക്കെ, എനിവേ, ഓക്കെ, ദാ കുറെ ആസിഡ്സ് ഒക്കെ നിങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ആസിഡ്സിന്റെ ഒക്കെ ഒരാളെങ്കിലും പറഞ്ഞു അവസാനം സൾഫ്യൂരിക് ആസിഡ് എന്ന്. ആ ഡെമോ എന്ന് പറഞ്ഞിരിക്കുന്ന ഐഡിയുടെ ബാക്കിൽ ഇരിക്കുന്ന ആൾ ആരാണെന്ന് ഐ ഡോണ്ട് നോ. താങ്കളുടെ പേരൊന്ന് കമന്റ് ചെയ്യാമോ? ആ പേരൊന്ന് കമന്റ് ചെയ്യാവോ? അപ്പൊ ഞാൻ പേര് വിളിക്കാം. ഡെമോ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആരായിരുന്നു സാർ? അൽഷിഫ, കറക്റ്റ്. അൽഷിഫ, ഞാൻ അൽഷിഫനെ ഡെമോ എന്ന് വിളിക്കാൻ പാടുന്ന നല്ല പേരിനായിട്ടാ, അതാ ഞാൻ ചോദിച്ചു. ഓക്കെ, അൽഷിഫ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുറെ ആസിഡ്സ് കമന്റ് ചെയ്തു കേട്ടോ. ഓക്സാലിക്, ടാറ്റാറിക്, സിട്രിക്, ബെൻസോയിക്, പിന്നെ അങ്ങനെ കുറെ എണ്ണം. ഞാൻ ചോദിക്കുന്നത് സൾഫ്യൂരിക്, ഹൈഡ്രോക്ലോറിക് ഒക്കെ കമന്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഈ എഴുതിയിരിക്കുന്ന ആസിഡ്സിന്റെ ഒക്കെ കെമിക്കൽ ഫോർമുല അറിയാവോ? പറ, കെമിക്കൽ ഫോർമുല അറിയാവോ ഏതെങ്കിലും ഒക്കെ? Tell me guys, tell me. അറിയാവോ? അതിച്ചിരി പ്രശ്നം. എനിവേ, ആസിഡിന്റെ പേര് പറയാൻ പറഞ്ഞു, ഞങ്ങൾ അത് പറഞ്ഞു. ഇനി ചോദിക്കരുത് അല്ലേ? എടാ, ഈ നമ്മുടെ ഓക്സാലിക്, ടാറ്റാറിക്, ലാക്റ്റിക്, സിട്രിക് ഒക്കെ പറഞ്ഞ ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ ബെൻസോയിക്, ഇതിന്റെയൊക്കെ ഫോർമുല ഇച്ചിരി വലിയ ഫോർമുലയാണ്. ആൻഡ്
നമുക്ക് അവരുടെ റിയാക്ഷൻസ് ഒന്നും അങ്ങനെ പഠിക്കാനില്ല ഇപ്പോൾ തൽക്കാലത്തിന് കറന്റ് നമ്മുടെ കറന്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സിലബസ് 10ാം ക്ലാസ് വരെയുള്ള സിലബസ് പ്രകാരം അതിന്റെ ഒന്നും ഒരു എന്താ പറയാ റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റിയാക്ഷൻസ് ഒക്കെ പഠിക്കാൻ വരുന്ന നമുക്ക് ആവശ്യം വരുന്ന ഒരു 2-3 ആൾക്കാരുടെ കെമിക്കൽ ഫോർമുല ടീച്ചർ ഇപ്പൊ പറഞ്ഞുതരാം. നിങ്ങൾ പഠിച്ചേക്കണം. നിങ്ങൾ ഏത് ക്ലാസ്സിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് ആവശ്യം വരും. അത് സയൻസ് എടുത്താൽ +1 +2 ആവശ്യം വരുള്ളൂ. അവിടെ ആവശ്യം വരും. ഏതൊക്കെയാണ് ടീച്ചർ 2-3 പറയാം. ആദ്യം നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആരെയാണ് പറയുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിന്റെ ഫോർമുല യെസ് ആരാധ്യ, ഇറ്റ് ഈസ് HCl. ഹൈഡ്രജനും ക്ലോറിനും അല്ല, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ക്ലോറിനും ഇറ്റ് ഈസ് HCl. ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് അൽഷിഫയും പറഞ്ഞിരുന്നു അല്ലെ? ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് അറിയാമോ? കെമിക്കൽ ഫോർമുല എനിവൺ അറിയാമോ? കെമിക്കൽ ഫോർമുല അറിയാമോ? ഞാൻ പഠിപ്പിച്ചു തരാം. H2SO4. ചുമ്മാ ഒന്ന് സ്നിപ്പ് എടുത്തേക്കേ. എനിക്ക് ഒന്ന് വാട്സപ്പ് ചെയ്തിരുന്നു കേട്ടോ. ഇത് H2SO4. ഓക്കെ, HClഉം H2SO4. ഓക്കെ, സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുലയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി അടുത്ത ഫോർമുല ഞാൻ പറയാൻ പോകുന്നത് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് ഇറ്റ് ഈസ് HNO3. ഇതെന്താണ്? HNO3. സർ, ഇതേ ടൈമിൽ നമ്മളുടെ വേറൊരു ട്രയൽ പോകുന്നുണ്ടോ അപ്പുറത്ത്? അവിടെ ഇങ്ങനെ തന്നെയാണോ കണ്ടീഷൻ? ഒന്ന് നോക്കിയിട്ട് പറയണേ. ഒന്ന് ആണെങ്കിൽ ഒരു സ്നിപ്പ് എടുത്തിട്ട് വരണേ. ഇതുപോലെ തന്നെ HNO3. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആണ്. സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ്. നൈട്രിക് ആസിഡ് HNO3 ആണ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ കെമിക്കൽ ഫോർമുലാസ്. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. കേക്കുണ്ടോ ഗൈസ്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആസിഡ് എന്ന് പറഞ്ഞാല് ചുമ്മാ പുളിയുള്ള ആളാന്ന് മാത്രം പറഞ്ഞു വെച്ചാൽ നമ്മളെങ്ങനെ വിചാരിക്കും? നമുക്ക് എങ്ങനെ അറിയും ഒരാൾ ഇത് ആസിഡ് ആണോ അല്ലേ എന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? തൊട്ട് താഴെ വെച്ച് നോക്കാം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആസിഡ് ആവാൻ അവർക്ക് വേറെയും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് വേണം, വേറെയും കുറച്ച് പ്രോപ്പർട്ടീസ് വേണം. എന്താണ് ആ പ്രോപ്പർട്ടീസ്? എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് അറിയാമോ? ആരും ഒരു ഐഡിയ ഇല്ല. അപ്പൊ പേടിക്കണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. അതായത് ഈ 3 ആസിഡ്സിന്റെ കെമിക്കൽ ഫോർമുലയിലും യു ക്യാൻ സീ എ കോമൺ മെമ്പർ ഹിയർ. ആരാണത്? ഒരു കോമൺ ആയിട്ടുള്ള മെമ്പർ ഈ കൂട്ടത്തിൽ ആരാണ്? നോക്കിയേ, ഒരു എലമെന്റ്, കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാണ് ഇതിനകത്ത്? ഓൺ ചെയ്തിട്ടുണ്ടല്ലേ? ഓൺ ആക്കിയിട്ടുണ്ടല്ലേ? ഗുഡ്. നോക്കി, അപ്പൊ നിങ്ങളാണ് ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്ന ആൾക്കാരല്ലേ? അത് ശരി. ഞാൻ വിചാരിച്ചു ഇനി എല്ലാവർക്കും വല്ല പ്രശ്നമുണ്ടോ ക്യാമറ ഓൺ ചെയ്യാന്ന്. അപ്പത്തെ ക്ലാസ്സിലൊക്കെ എല്ലാവരും ഓൺ ആക്കിയിട്ടുണ്ട്. ദെൻ എന്താണ് ഗൈസ്? ഒന്ന് ഓൺ ആക്കി വെച്ച് എല്ലാവരും ക്യാമറ. നിങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയും? അൽഷിഫ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഗൗരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ ആൾക്കാരുണ്ട്. ക്യാമറ ഓൺ ആക്കി വെച്ച് എല്ലാവരും. കമോൺ എവരിവൺ, എല്ലാവരും ഓൺ ആക്കി വെച്ച്. നമ്മൾ ഫോക്കസ് മോഡിലല്ലേ സാർ? നമ്മൾ ഫോക്കസ് മോഡിൽ തന്നെയാണ്. അതായത് ഫോക്കസ് മോഡിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് അപ്പുറത്തെ ആൾക്കാർ ഒന്നും കാണാൻ പറ്റില്ല. ദാറ്റ്സ് ദ ഫോക്കസ് മോഡ്. അപ്പോ അതുകൊണ്ട് തന്നെ നോ നീഡ് ടു വറി. നിങ്ങൾക്ക് ക്യാമറ ഓൺ ആക്കി വെച്ച് നിങ്ങളെ കാണാൻ ഞാനും ഈ നമ്മുടെ കോർഡിനേറ്റർ സാർ മാത്രമേ ഉള്ളൂ. വേഗം ഓൺ ആക്കി വെച്ച് എല്ലാവരും. വേഗം ഓണാക്ക്. അത് പറ്റൂല. എന്താ അത് അങ്ങനൊരു ടോക്ക്? എല്ലാവരും ഓണാക്കും. ഞാൻ വിചാരിച്ചു എന്തോ ഒരു പ്രശ്നം ഉണ്ടോ? ഒരു പ്രശ്നമില്ല അല്ലേ? അമ്പട കള്ളമാരെ ഓണാക്കി വെച്ചേ. 1-2 പേര് ഓണാക്കി. ബാക്കിയുള്ളവര് ആരാധ്യ, ഗൗരി കുറച്ചായിട്ട് ഓൾറെഡി ഇടയ്ക്ക് ഓണാക്കും ഓഫാക്കും. ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് ഒന്ന് ഓണാക്കിയേ. ഫ്രെഡി, നിഹ, അൽഷിഫ എല്ലാരും ഓണാക്കിയേ. മിർജ, ഗൗതം, പിന്നെ ആരാണ് സാർ? മെറിയാണോ അത്?
മെറിൻ റൈറ്റ് ലാസ്റ്റ് നെയിം മെർസി മെർസി മെർസിൻ മെർസിൻ ഉണ്ട്. പിന്നെ എല്ലാരും ഓണാക്കി വെക്കടാ. അപ്പൊ പ്രശ്നമാവും കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ വന്നാൽ അങ്ങനെ ഓണാക്കി വെക്കണം എന്നൊക്കെ നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കേട്ടിട്ട് ജോയിൻ ചെയ്യായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, ക്യാമറ ഓഫ്. നമ്മൾ ഫോക്കസ് മോഡിലാണ്, നിങ്ങളെ മറ്റാർക്കും കാണാൻ പറ്റില്ല എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. ബട്ട് ക്യാമറ ഓൺ ആക്കണം. ഇത്രയും ക്യാമറ ഓഫ് ചെയ്തിട്ടുള്ള എല്ലാവരും ക്യാമറ ഓഫ് ചെയ്ത ക്ലാസ് ടീച്ചർ എങ്ങനെയാ ക്ലാസ് എടുക്കുക എന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയാ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ആപ്പ് തന്നാൽ പോരെ, ആപ്പിൻ്റെ അകത്ത് ക്ലാസ് കണ്ടാൽ പോരെ. പിന്നെ നിങ്ങളൊന്നും കാണില്ലല്ലോ, ചുമ്മാ അവിടുത്തെ ടീച്ചർ ക്ലാസ് എടുത്തിട്ട് പൊക്കോളൂ. ഇത് ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് മിണ്ടി സംസാരിച്ച് കഥ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വേണം പോവാൻ. എനിവേ, അപ്പോ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആണ്, ആൻഡ് H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ്, ആൻഡ് നൈട്രിക് ആസിഡ് HNO3 ആണ്. ഇതിനകത്ത് ഇവരൊക്കെ പ്രത്യേകത എന്താ? ഇവരൊക്കെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ, വെള്ളം വാട്ടർ, നമ്മൾ അതിനകത്ത് ഇവരെയൊക്കെ ഓരോ ഡ്രോപ്പ് ആഡ് ചെയ്ത് ഇവരൊന്ന് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ all of them will release this common element. ആരാണിത്? H അല്ലേ, ഹൈഡ്രജന്റെ അയോൺ ഇവരെല്ലാം റിലീസ് ചെയ്യും. അതാണ് ഇവരുടെ പ്രത്യേകത. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും സൾഫ്യൂരിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? ആസിഡ് എന്ന് പറഞ്ഞാൽ അവരുടെ മറ്റൊരു പ്രത്യേകതയാണ്, അവരെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ ഡെഫിനറ്റ്ലി they will release an hydrogen ion. ഒരു ഹൈഡ്രജൻ അയോൺ അവര് റിലീസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ ഓക്കെ, HCl, H2SO4, HNO3. അങ്ങനെ നിങ്ങൾ മറ്റേ ആസിഡ്സിന്റെ കെമിക്കൽ ഫോർമുല ടീച്ചർ തരാത്തത് എന്താന്ന് വെച്ചാൽ ഇറ്റ്സ് എ ബിഗ് ഫോർമുല. നിങ്ങൾക്ക് പിന്നെ അത് ആവശ്യം വരില്ല എല്ലായിടത്തും. അപ്പൊ അതിന്റെ പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ടാറ്റാറിക്, ലാക്റ്റിക്, സിട്രിക്, അതൊക്കെ വീക്ക് ആയിട്ടുള്ള ആസിഡ്സ് ആണ്. ദാറ്റ്സ് വൈ. പക്ഷെ ഇവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെ വെള്ളത്തിൽ ഡിസോൾവ്, ഇവരല്ല ഏതൊരു ആസിഡിനെയും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ they will release hydrogen ion into that. Okay, done. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റൂ? ആസിഡ് എന്ന് വിളിക്കാൻ പറ്റൂ. ഓക്കെ, അങ്ങനെ ഹൈഡ്രജൻ അയോണിനെ റിലീസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് ആസിഡ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ആ ബുക്കിലുള്ള റഫ് ബുക്ക് എടുത്ത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്ക് വേഗം. എവരിവൺ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. സാർ എനിക്ക് അയച്ചിട്ടുണ്ടല്ലോ അല്ലെ സാർ? ഒന്നും കൂടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുക്കണേ. ഏതാ ടൈം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ടിരിക്കണേ. ഓക്കെ, ഓൾ സെറ്റ്. അപ്പോ നമ്മൾ ഇനി കുറച്ച് ആസിഡ്സിന്റെ, നിങ്ങൾ ഇപ്പൊ കമന്റ് ബോക്സിലൊക്കെ പറഞ്ഞ കുറെ ആസിഡ്സ് ഒക്കെ ഉണ്ട്. അത് നമ്മുടെ കിച്ചന്റെ ഡോർ അങ്ങോട്ട് തുറന്ന് ചെല്ലുമ്പോൾ we can see a lot of food items അല്ലെ? കുറെ തിന്നാനുള്ള സാധനങ്ങൾ നമുക്ക് കാണാം. അതിനകത്ത് കുറെ പുളിയുള്ള ആൾക്കാരെ കാണാം. ആൻഡ് I already told you, അതായത് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ the chemical substances that have sour taste, ഒരു പുളി ടേസ്റ്റ് ഉള്ള ആൾക്കാരാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ നമുക്കിതിനകത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഫുഡ് ഐറ്റംസ്, എല്ലാത്ത ഫുഡ് ഐറ്റം ഉറുമ്പിനാരും തിന്നാറില്ല എനിക്കറിയാം, ആ ടീച്ചർ ലാസ്റ്റ് പറയാം. അപ്പോ ഇതിന്റെ ഒക്കെ അകത്തുള്ള ആസിഡ്സിനെ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തായാലും പണ്ട് പഠിച്ചിട്ടുണ്ട്. പണ്ട്, ഇപ്പോഴൊന്നുമല്ല, 8ാം ക്ലാസ്സിലൊന്നുമല്ല കേട്ടോ. ചെറിയ ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 8ാം ക്ലാസ് ആണ് അല്ല, 6, 7, 5, 6, 7 UP ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. കുറെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചപ്പോൾ കുറെ പേര് സിട്രിക്, ലാക്റ്റിക്, ഓക്സാലിക്, പിന്നെ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ പറയാൻ കാരണം, ടാറ്റാറിക് എന്നൊക്കെ പറയാൻ കാരണം. അപ്പോ ടീച്ചർക്ക് ഒന്ന് പറഞ്ഞു തന്നേ. ആദ്യത്തെ ആള് വിനീഗർ ആണ്. വിനീഗറിന്റെ അകത്തുള്ള ആസിഡ് ഏതാണ് അറിയാമോ നിങ്ങൾക്ക്?
വിനീഗറിന്റെ അകത്തുള്ള ആസിഡ് ഏതാണ്? ഓക്കെ, അൽഷിഫ പറയുന്നത് സിട്രിക് ആണ്, മിർജ പറയുന്നത് അസെറ്റിക് ആണ്, ഗൗതം കൃഷ്ണ പറയുന്നത് അസെറ്റിക് ആണ്. സോ ഭൂരിപക്ഷ അഭിപ്രായം അസെറ്റിക്കിന്റെ പിന്നാലെയാണ്, ഞാനും അതിന്റെ പിന്നാലെയാണ്. യെസ്, ഇറ്റ് ഈസ് അസെറ്റിക് ആസിഡ്. ഓർമ്മയുണ്ട്, നിങ്ങൾ മറന്നിട്ടില്ല അല്ലെ? അസെറ്റിക് ആസിഡ്, കറക്റ്റ്. ഓറഞ്ച് ആൻഡ് ലെമൺ അതിൻ്റെ അകത്താണ്. അത് പറഞ്ഞാൽ നമുക്ക് നല്ല പുളിയുള്ള ആളാണ് അല്ലെ? ആ കുട്ടി പുളിച്ച് കടിച്ചു നിൽക്കണത് ഒരു പിക്ചർ ടീച്ചർ കാണിച്ചു തന്നിരുന്നു ആദ്യം തന്നെ, നാരങ്ങ കടിച്ചു നിൽക്കണത്. ഈ ഓറഞ്ച് ലെമൺ ഇതിനകത്തൊക്കെ ഒരേ ആസിഡ് ആണുള്ളത്. ഏത് ആസിഡ് ആണുള്ളത് അറിയാമോ? ഏത് ആസിഡ് ആണ് ഉള്ളത് എന്നറിയാമോ? യെസ് ഗൗരി, അൽഷിഫ നേരത്തെ പറഞ്ഞ ആസിഡ് ദേ ഇതിന്റെ കൂട്ടത്തിൽ, അത് തന്നെ സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ്. നിങ്ങൾ ഈ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്ന കണ്ടുണ്ടോ ഇവരെ? ഈ ഓറഞ്ച്, ലെമൺ ഇവരെയൊക്കെ നമ്മൾ ആ ഒരു സെക്ഷൻ ഓഫ് ഫ്രൂട്ട്സ് അല്ലെ, ആ ഒരു സെറ്റപ്പിലുള്ള കുറെ ഓറഞ്ച്, പൊളിച്ചിടുന്ന ഓറഞ്ച് ഉണ്ട്, മുസംബി, ലെമൺ, പിന്നെ ലൈം എന്ന് പറഞ്ഞ വേറെ വലിയ നാരങ്ങയുണ്ട്, ചെറുനാരങ്ങയുണ്ട്. ഇതിനകത്തെല്ലാം ഉള്ളത് ഒറ്റ ആസിഡ് ആണ്. ഇറ്റ് ഈസ് സിട്രിക് ആസിഡ്. സോ നമ്മൾ ഇവരെല്ലാവരെയും ചേർത്ത് പറയുന്നതാണ് സിട്രസ് ഫ്രൂട്ട്സ്. എന്താ നമ്മളവർ പറയാന്നറിയോ? സിട്രസ് ഫ്രൂട്ട്സ് എന്നാണ് നമ്മൾ അവരെ എല്ലാവരെയും ചേർത്ത് പറയാം. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ സിട്രിക് ആസിഡ്. അതിനകത്ത് എന്ത് ആസിഡ് ഉണ്ട്? സിട്രിക് ആസിഡ് ഉണ്ട്. ആൻഡ് ദ ടാമറിൻഡ്. ടാമറിൻഡ്. യെസ് അൽഷിഫ, ഇറ്റ്സ് കറക്റ്റ്. പിന്നെ ആർക്കാണ് അറിയാവുന്നേ? കമന്റ് ചെയ്തേ. ടാമറിൻഡിന്റെ അകത്തുള്ള ആസിഡ്, ടാമറിന്റെ അകത്തുള്ള ആസിഡ് ഇറ്റ് ഈസ് ടാർട്ടാറിക് ആസിഡ്. ആരാധ്യ പറഞ്ഞു, മെർസിൻ പറഞ്ഞു, ഗൗതം കൃഷ്ണ പറഞ്ഞു, ആൻഡ് ഫസ്റ്റ് അൽഷിഫിൻ പറഞ്ഞു. ഇറ്റ് ഈസ് ടാർട്ടാറിക് ആസിഡ്. ടാമറിൻഡ്, ടാർട്ടാറിക്. ഓർക്കണം കേട്ടോ. അപ്പൊ അത് കേൾക്കുമ്പോഴേ ഓർമ്മ വരണം, ടാമറിൻഡ് കാണുമ്പോഴേ ഓർമ്മ വരണം. ഇറ്റ് കണ്ടെയ്ൻ ടാർട്ടാറിക് ആസിഡ്. പിന്നെ പുളി തിന്നാൻ നിൽക്കുന്ന നേരത്തെ ടീച്ചറിന്റെ അടുത്ത് ടാമറിന്റെ അകത്ത് ടാർട്ടാറിക് അത് കേൾക്കാൻ പോണില്ല. ആൻഡ് ടൊമാറ്റോ. യെസ് ഗൗതം കൃഷ്ണ, യു ആർ കറക്റ്റ്. പിന്നെ ആരെ കമന്റ് ചെയ്ത് നോക്കട്ടെ? ടൊമാറ്റോന്റെ അകത്തുള്ള ആസിഡ് ഏതാണ്? പറയൂ ഗൈസ്. ആർക്കെങ്കിലും അറിയാവോ? അറിയില്ല ടീച്ചർ, ഇതെന്താന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? പറയൂ ഗൈസ്. രണ്ടുപേര് കമന്റ് ചെയ്തു. രണ്ട് ഗൗതം ആൻഡ് ഗൗരി, നിങ്ങൾ രണ്ടുപേരും കമന്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓക്സാലിക് ആസിഡ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ടൊമാറ്റോ എന്ന് പറയുമ്പോഴേ നമ്മൾ ടൊമാറ്റോനെ എങ്ങനെ വരയ്ക്കാം? ഒരു വട്ടം അങ്ങോട്ട് വരയ്ക്കും. ഏത് കൊച്ചുകുട്ടിയോട് തക്കാളി വരയ്ക്കാൻ പറഞ്ഞാലും തക്കാളി ഇട്ട് നിങ്ങളുടെ വട്ടം വരച്ചു ചോപ്പില്ല. സിമ്പിൾ. ഓക്സാലിക് ആസിഡ് കിട്ടി, പേര് കിട്ടി, അതിനകത്ത് ആസിഡ് കിട്ടി. ഓക്സാലിക് ആസിഡ്, ടൊമാറ്റോ ഓക്സാലിക് ആസിഡ്. ഓക്കെ, അപ്പൊ ബാക്കി അറിയാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ പഠിക്കണം കേട്ടോ. ചുമ്മാ ഇതൊക്കെ ഒരു ജനറൽ നോളജ് ആയിട്ടും എടുക്കാം, കെമിസ്ട്രിയുടെ പാർട്ടായിട്ടും പഠിക്കാം, രണ്ടും ഉണ്ട്. കേർഡിന്റെ അകത്ത് തൈര് പുളിയാണല്ലേ നവീനോ? തൈരിനകത്തും പുളിയാണ്, അതിനകത്ത് ആസിഡ്. ആരാധ്യ, യു സെഡ് ഇറ്റ്സ് കറക്റ്റ്. ഗൗരി കറക്റ്റ്, ഗൗതം കൃഷ്ണ കറക്റ്റ്. പിന്നെ അൽഷിഫ കറക്റ്റ്. നിങ്ങൾ 4 പേര് കമന്റ് ചെയ്യാറുള്ളൂ, ബാക്കി ആരും കമന്റ് ചെയ്യാറുണ്ടോ അതിനകത്ത്? എല്ലാരും വിളിച്ചിരിക്കുക അതിനകത്ത്. എന്താണ് ഗൈസ്? വെരി സാഡ്. കേർഡ്, മെർസിൻ കറക്റ്റ്. ഇറ്റ് ഈസ് ലാക്റ്റിക് ആസിഡ്. അതായത് നിങ്ങൾ ഈ പാലിന്റെ പൊടി ലാക്ടോസ് പൗഡർ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? പാല് പൊടി ലാക്ടോസ് പൗഡർ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഈ ലാക്ടോസ് എന്നുള്ള വാക്ക് തന്നെ വാട്ടർ, അത് ലാക്ടോസ് ആ വാക്ക് നമ്മൾ പൊതുവെ മിൽക്ക് പ്രൊഡക്ട്സ്, മിൽക്കുമായി ബന്ധമുള്ള സാധനങ്ങൾക്കാണ് നമ്മൾ ആ വാക്ക് കൊടുക്കുക. കേർഡ് നമുക്കറിയാലോ, മിൽക്കിൽ നല്ല ഉണ്ടാക്കണേ. സോ ഇറ്റ് ഈസ് ലാക്റ്റിക് ആസിഡ്.
and sting. ഈ ഉറുമ്പ് കടിക്കുമ്പോ എങ്ങനെയാ വേദന വരുന്നത്? എങ്ങനെയാ? പട്ടി കടിക്കണ പോലെ വലിയ കടി കടിച്ചിട്ടാണോ ഉറുമ്പ് വേദന വരാറ്? അല്ല, അതൊരു ആസിഡ് ഇഞ്ചക്ട് ചെയ്യാണ് നമ്മുടെ ബോഡിയിലേക്ക്. കടിക്കാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ ആള്? മരുന്ന് ഇഞ്ചക്ട് ചെയ്യണ പോലെ ഒരു ആസിഡ് കൊണ്ടുവന്ന് കുത്തിവെക്കാണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും അല്ലെ? ഒരു ഫോറിൻ ബോഡി എന്തെങ്കിലും നമ്മുടെ ബോഡിയിലേക്ക് വന്നാൽ നമുക്ക് അപ്പൊ ഇറിറ്റേഷൻ വരും. എന്താണ് ഇറിറ്റേഷൻ? അപ്പോൾ അതൊരു ആസിഡ് ആണ്. ആൻഡ് ഗൗരി ഗൗതം ആരാധ്യ അൽഷിഫ commented it. It's formic acid. മെത്തനോയിക് ആസിഡ് എന്നും ഒരു പേരുണ്ട് കേട്ടോ. മെത്തനോയിക് ആസിഡ് എന്നും പേരുണ്ട്. ഇറ്റ് ഈസ് ഫോമിക് ആസിഡ്. അപ്പോ ഇതിനകത്ത് ഫോമിക് എന്നും പേരുണ്ട്. ഫോമിക് ആസിഡ് ഓർ മെത്തനോയിക് ആസിഡ്. So guys, tell me guys, ആർക്കെങ്കിലും ഇത് തന്നെ പറഞ്ഞില്ല എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി എന്നോട് ഏതെങ്കിലും സ്ഥലത്ത് ആസിഡ് ചോദിക്കാനുണ്ടോ? ടീച്ചർ ഇതിനകത്ത് ആസിഡ് ഏതാ? ഈ ഫുഡ് ഐറ്റം മാത്രം മതി കേട്ടോ, വേറെ ഒന്നും എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ആസിഡിനെ പറ്റി ടീച്ചർക്ക് അറിയാമോ? ഇതല്ലാതെ നിങ്ങൾക്ക് ഇവരോട് ചോദിക്കാനുള്ള വരുന്നുണ്ടോ? Nothing. Okay, so let's move on. ആർക്കെങ്കിലും ഉണ്ടോ? നെഹി. നെഹി എന്ന് പറഞ്ഞാൽ നെഹി. ഓ ആയിക്കോട്ടെ. അപ്പോ ആസിഡ്സിനെ പറ്റി നമ്മൾ ഇത്രയൊക്കെ പറയുള്ളൂ. ഇത്രയൊക്കെ മതി. അതായത് അവർക്ക് സോ ടേസ്റ്റ് ഉണ്ട്. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു, അതിന്റെ കെമിക്കൽ ഫോർമുല പഠിച്ചു. എന്നിട്ട് നമ്മൾ പറഞ്ഞു അവർക്കൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ആളുണ്ട്, ഹൈഡ്രജൻ അല്ലെ. സോ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ അയോൺ റിലീസ് ചെയ്യുന്നവരെയാണ് നമ്മൾ ആസിഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് കുറച്ച് നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന കുറച്ച് പ്രൊഡക്ട്സിലെ ആസിഡ്സ് നമ്മൾ കണ്ടു. ആൻഡ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ബേസസിനെ പറ്റിയാണ്. ബേസസ് എന്താ? ബേസസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ടേസ്റ്റ് വെച്ചിട്ടല്ലേ ആദ്യം പറഞ്ഞത്. സോ ഇവിടുത്തെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് bitter in taste. അത് പുളിയല്ലാതെ കയ്പാണ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് കയ്പ്, ഇറ്റ് ഈസ് ചവർപ്പ്. ഓക്കെ, കയ്പല്ല, അത് ചവർപ്പാണ്. ഒരു ടേസ്റ്റ് ഇല്ലേ? അതായത് നമ്മൾ മരുന്നൊക്കെ കുടിക്കുമ്പോ ഫീൽ ചെയ്യാറില്ലേ ഒരു ചവർപ്പ്? ആൾക്കാർ നമുക്ക് ബിറ്റർ, കയ്പുണ്ട്, ഇപ്പൊ കയ്പ് ടേസ്റ്റ്, ബിറ്റർ ഇൻ ടേസ്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് സോപ്പി ടു ടച്ച്. തൊടുമ്പോ സോപ്പിയാണ്. അതായത് നമ്മുടെ സോപ്പ് പ്രൊഡക്ട്സ്, അതായത് നമ്മുടെ സോപ്പ് പൊടി, സോപ്പ്, ബാത്തിങ് സോപ്പ്, വാഷിംഗ് സോപ്പ്, പേസ്റ്റ്, ഇതിനകത്തെല്ലാം നമുക്ക് ബേസിന്റെ കണ്ടന്റുകൾ ഉണ്ട്. ഒരു സാധനം കൊണ്ടല്ല അത് ഉണ്ടാക്കിയുള്ളത്, ബേസിന്റെ കണ്ടന്റുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു നേച്ചർ ഉണ്ട്. സോപ്പിയാണ്, തൊടുമ്പോ ഇങ്ങനെ 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 വഴുക്കൽ പോലെ സാധനം അല്ല. അത് എന്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്? ഇറ്റ് ഈസ് ഓൾസോ ഒരു ബേസിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ബേസിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു ബേസിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാമോ? കമന്റ് ചെയ്യാമോ? നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ഒരു ബേസ്, ഒരു ബേസിന്റെ പേര്? സോറി ടീച്ചർ, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. അങ്ങനെയാണോ? പറയടാ, ഏതെങ്കിലുമൊക്കെ ഒരു ബേസിന്റെ പേര് പറഞ്ഞേ. വേഗം പറ. ഒരു ബേസിന്റെ പേര് പറഞ്ഞ ടീച്ചർക്ക്. ബേസിന്റെ പേര് പറ. താല്പര്യമില്ല പറയാനുണ്ട്? അറിയില്ല ടീച്ചർ, അതാണ്. അങ്ങനെയാണോ? then I will teach you. ഒരു 2 എണ്ണം പഠിക്കാം, കുറെ എണ്ണം പഠിക്കണ്ട, 2 എണ്ണം. നമുക്ക് എപ്പോഴും റിയാക്ഷൻസിലൊക്കെ ആവശ്യം വരുന്ന 2 എണ്ണം. ആരൊക്കെ? സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. എന്താ അവരുടെ പേര്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് പൊട്ടാസ്യം. ഡി അല്ല കേട്ടോ, പെട്ടെന്ന് ഡി ആണെന്ന് വിചാരിക്കും അല്ലേ. ഫൈൻ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും, ഇത് രണ്ടും ബേസിന്റെ 2 എക്സാമ്പിളുകളാണ്. ഇനി അവരുടെ കെമിക്കൽ ഫോർമുല അറിയാമോ നിങ്ങൾക്ക്? അറിയാമോടാ? അറിയാമോ? നോ, ഐ നോ. നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് ഇത് ഇപ്പോഴേ പഠിച്ചു വെക്കാം, കാരണം നിങ്ങൾക്ക് എപ്പോ ആവശ്യമുണ്ടെങ്കിലും എപ്പോ ആവശ്യം വന്നാലും എടുത്ത് ഉപയോഗിക്കാം. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH,
സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH ആണ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും NaOH KOH. ഓക്കെ, ഓൾ സെറ്റ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, അതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആൾക്കാരുണ്ടല്ലോ. ആ രണ്ട് ഫോർമുലയിലും കോമൺ ആയിട്ട് ഒരാളുണ്ടല്ലോ. ഒരാളല്ല, രണ്ടാളുണ്ട് അല്ലെ. OH, ഇവിടെയും OH. OH എന്ന് പറഞ്ഞാൽ എന്താ? ടീച്ചർ, ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. അങ്ങനെ പറഞ്ഞാൽ പോരാ. OH മൈനസ്, ഇതിന്റെ പേരാണ് ഹൈഡ്രോക്സൈഡ് അയോൺ. ഇതിന്റെ പേരെന്താണ്? OH മൈനസിന്റെ പേരെന്താണ്? ഹൈഡ്രോക്സൈഡ് അയോൺ. നേരത്തെ നമ്മൾ ആസിഡിന്റെ കേസിൽ പറഞ്ഞു, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോ അത് എന്ത് ചെയ്യും? വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോ അത് ഹൈഡ്രജൻ അയോണിനെ പുറത്തേക്ക് വിടും അല്ലെ. പക്ഷെ ബേസിന്റെ പ്രത്യേകത, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോ ഇറ്റ് വിൽ റിലീസ് ഹൈഡ്രോക്സൈഡ് അയോൺ. OH മൈനസ് അയോണിനെ അത് പുറത്തേക്ക് വിടും. ഓക്കെ, ഓൾ സെറ്റ്. കേൾക്കുന്നുണ്ടോ നിങ്ങള് തല ആട്ടുന്നതോ തല അനക്കുന്നതോന്നും എനിക്കറിയാൻ പറ്റില്ല. ആകെ ഗൗരിയുടെ തല ആടുന്നത് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഉണ്ട്. ആരാ ലൈക്ക് ഉണ്ട് ടീച്ചർ, ഇവിടെ ഉണ്ട്. ഞങ്ങൾ അന്നൊന്നാണ് ഇങ്ങോട്ടേക്ക് വെച്ചോടോ. ഇത് ഗൗതം കൃഷ്ണ, തംസപ്പ്. യെസ്, ബിഹൈൻഡ് ദിസ് ക്യാമറ ഞാനുണ്ട് ടീച്ചർ. എല്ലാവരും വിശ്വാസത്തിന്റെ പുറത്തല്ലേ. തൽക്കാലം ടീച്ചർ അവിടെ നിന്ന് എടുത്തോളൂ. ഞങ്ങൾ ആരായിരുന്നത്? ഓൾറെഡി ഓണാക്കിയ ആൾ ഓഫ് ചെയ്ത് വെച്ചത്. ഗൗരി, നീയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, നീ മാത്രം. അമ്മാരി ഒരു പരിപാടി ചെയ്യരുതായിരുന്നു. എനിക്ക് വയ്യ. നിങ്ങളോട് ചേരാൻ വന്നപ്പോ ആരും പറഞ്ഞില്ല ക്യാമറയൊക്കെ ഓണാക്കി ക്ലാസ്സിൽ ഇരിക്കണമെന്ന്? ആരും പറഞ്ഞില്ല? അറിഞ്ഞില്ല ഞങ്ങള്? ഞാൻ ഇത്രയും ട്രയലും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് ആദ്യമായിട്ടാ ഇല്ലാന്ന് ശരിയാക്കി തരണ്ടേ? ഇന്ന് തന്നെ കൊടുക്കണം. അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർക്ക് തുടക്കത്തിലേ പറഞ്ഞേക്കണം ക്യാമറ ഓണാക്കി ക്ലാസ്സിരിക്കാൻ പാടുള്ളൂ. പിന്നെ റിപ്ലൈ വരുന്നതുകൊണ്ട് അറിയാം എനിക്ക് 3-4 പേര് അവിടെ ഉണ്ടെന്ന്. ആകെ 2-3, അത് 3-4 പേരെ ഇടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഞാൻ എങ്ങനെ അറിയും ഒരു ഇഡോ ഇല്ലേന്ന്? ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയില്ല. ഇതിനു വേണ്ടി ഞാൻ പ്രിപ്പയർഡ് അല്ല. എല്ലാവരും കൂടെ ക്യാമറ ഓഫ് ചെയ്താൽ എന്ത് ചെയ്യും? പക്ഷെ ഞാൻ നേരിടും. നേരിട്ടല്ലേ പറ്റും. അതുകൊണ്ട് എന്നാലും ഇങ്ങനെ ചതി നിങ്ങൾ ചെയ്യരുതായിരുന്നു. OH മൈനസ് ഹൈഡ്രോക്സൈഡ് അയോൺ. ഓക്കെ, അപ്പൊ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോ ഹൈഡ്രോക്സൈഡ് അയോണിനെ ലിബറേറ്റ് ചെയ്യുന്നവരെയാണ് ബേസ് എന്ന് നമ്മൾ വിളിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, വാഷിംഗ് പൗഡർ നിർമ്മ കേട്ടിട്ടുണ്ടോ? അങ്ങനെയല്ല. വാഷിംഗ് പൗഡർ എടുത്താലും സോപ്പ് എടുത്താലും ടൂത്ത് പേസ്റ്റ് എടുത്താലും ഉപയോഗിക്കാറുണ്ടോ നിങ്ങളൊക്കെ? ടൂത്ത് പേസ്റ്റ് എടുത്താലും ആൻഡ് ദിസ് ആന്റാസിഡ്. ആന്റാസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞിട്ട് ഗ്യാസ് വരാറുണ്ടോ വീട്ടിലെ വയസ്സായ ആൾക്കാർക്കൊക്കെ? എപ്പോഴും വയസ്സായ പ്രതീക്ഷ ഞങ്ങൾക്ക് തന്നെ വരാറുണ്ട്. അങ്ങനെയാണോ? അപ്പോ അസിഡിറ്റി എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരുമ്പോ ഒരു മരുന്ന് കുടിക്കാൻ കൊടുക്കും. ജലൂസിൽ എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇനി ഏതാണ് കോമൺ ആയിട്ടുള്ള ബ്രാൻഡ് എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലെ കോമൺ ആയിട്ടുള്ള ബ്രാൻഡാണ് ജലൂസിൽ. നിങ്ങളുടെ നാട്ടിൽ എല്ലാം ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുന്ന മെഡിസിൻസ്, ആ മെഡിസിൻ ആണ് ആന്റാസിഡ്. വയറില് അസിഡിറ്റി വരുമ്പോൾ, വയറുവേദന, ഗ്യാസ്, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അസിഡിറ്റി വരുമ്പോൾ ഉപയോഗിക്കുന്ന മരുന്നാണ് ആന്റാസിഡ്സ്. അതിനകത്തും എന്തിന്റെ കമ്പോണന്റ് കാണാം നമുക്ക്? ബേസിന്റെ കമ്പോണന്റ് നമുക്ക് കാണാം. ഇതിനകത്തൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ആസിഡ് ഉള്ള കുറെ ആൾക്കാരെ കണ്ടതുപോലെ, കുറെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ കണ്ടതുപോലെ ഇതിനകത്തൊക്കെ കുറെ ഈ സാധനങ്ങളൊക്കെ മെയിൻ ആയിട്ട് കുറച്ച് ബേസിക് കണ്ടന്റ് ഉണ്ട്. അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ആൻഡ് what is this? ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മളിപ്പോ തന്നെ പറഞ്ഞു, പുളിക്കുന്ന സാധനം ആസിഡ് ആണ്, കഴിക്കുന്ന സാധനം ചാർപ്പുള്ള സാധനം ബേസ് ആണ്, വെള്ളത്തിൽ അലിയിക്കുമ്പോൾ H+ പുറത്തേക്ക് വരുന്നത് ആസിഡ് ആണ്,
OH മൈനസ് പുറത്തേക്ക് വരുന്നത് ബേസ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ ഗൈസ്? പറ്റുമോ? ആസിഡ് എടുത്ത് വായി വെച്ച് പുളിയാണോ നോക്കാൻ നമുക്ക് അത്ര എളുപ്പമല്ല അല്ലേ? ആ വെച്ചത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ, മുക്കണത് ഓർമ്മയുണ്ടാവുള്ളൂ കൈ, അതോട് തീരുമാനം. ഇനി അത് പോട്ടെ, എന്നാ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+ പോണ കാണാന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? പറ്റില്ല, ഇംപോസിബിൾ അല്ലേ? കാണാൻ പറ്റില്ല, അതും പറ്റില്ല. കാരണം അതൊക്കെ വളരെ നീക്കണയോണ്ട് കാണാൻ പറ്റുന്ന കുഞ്ഞു ലെവലുള്ള റിയാക്ഷൻസ് ആണ് അല്ലേ? അപ്പൊ അതും പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ആദ്യം സാർ ചോദിക്കുകയാണ്, എന്താണ് ടീച്ചർ ഈ ടെസ്റ്റ് ട്യൂബിന്റെ അകത്തുള്ളത്? ഈസ് ദിസ് ആസിഡ് ഓർ ബേസ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ നമുക്ക്? അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിക്കേറ്റേഴ്സ്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ അവരെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കുറെ എണ്ണമൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒരു 2 എണ്ണം നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ആവശ്യമുള്ള ഒരു 2 ഇൻഡിക്കേറ്റർ അത്രേ പഠിപ്പിക്കുള്ളൂ ടീച്ചർ. പഠിച്ചാലോ? ആർ യു റെഡി ഗൈസ്? ആർ യു റെഡി? ആണോ? റെഡി ആണോ? ഉഷാറാണോ? ഓൾ സെറ്റ്? ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. കെമിസ്ട്രി ലാബിൽ ഒന്ന് പോയി നോക്കിയിട്ട് ഇൻഡിക്കേറ്റർ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ ഒരു കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കാണിച്ചു. അപ്പോൾ നമുക്ക് അതിൽ എപ്പോഴും ആവശ്യം വരുന്ന 2 പേരാണ് ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 1 hour നിങ്ങൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചേർന്നാലും ചേർന്നില്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോകണം അല്ലേ? എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് പോകണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലെറ്റ്സ് സീ, ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ ആദ്യം പഠിക്കാം. അതായത് ഇൻഡിക്കേറ്റർ എന്താണ്? സബ്സ്റ്റൻസസ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആസിഡ്സ് ആൻഡ് ബേസസ്. നമ്മൾ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയൂല്ലേ? എന്തിനാ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ? വലത്തോട്ടാണോ ഇടത്തോട്ടാണോ ആള് പോകാൻ പോകുന്നത് നമുക്ക് അറിയണം. അതാണ് നമ്മുടെ നീഡ്. അപ്പൊ അതിനാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ചില ആൾക്കാർ വണ്ടി ഓടിക്കാറുണ്ടായിരുന്നു, ഞാൻ പോണ വഴി ആരും അറിയണ്ടെന്ന് വെച്ച് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാറിരിക്കാറൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ ഇൻഡിക്കേറ്റർ ആവശ്യമുണ്ട് അല്ല? അപ്പോ ഈ ഇൻഡിക്കേറ്റർ, ഇവിടുത്തെ ഇൻഡിക്കേറ്റർ ആരാ? നമ്മുടെ കയ്യിലുള്ളത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് അറിയാനുള്ള ആൾ. അപ്പൊ അതിൽ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ള ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പർ എന്താ? ലിറ്റ്മസ് പേപ്പറിന്റെ പ്രത്യേകത എന്താണ്? ലിറ്റ്മസ് പേപ്പറിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ നാച്ചുറലി ഒക്കറിംഗ് ഇൻഡിക്കേറ്റർ. ടീച്ചർ ഈ ഇമേജ് വെച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഈ ഇമേജ് കണ്ടോ നിങ്ങൾ? ഇത് നമ്മളുടെ ആരാണ് അവിടെ ഗൗരീനെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നത്? ദേ ഇത് കിട്ടും കേട്ടോ. ആകെ കൂടെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ക്യാമറ ഓൺ ചെയ്ത കൊച്ചാണ്, എല്ലതും ചെയ്ത ഇടി കിട്ടുള്ളത്. ഓക്കെ, അതും പറയണ്ടായിരുന്നു, എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എനിക്കിപ്പോ അത്. അപ്പോ ഈ മരത്തുമ്മലൊക്കെ ഇങ്ങനെ വളരെ, നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണുന്നില്ല കേട്ടോ, അങ്ങനെ വളരുന്ന ഒരു ആൽഗെ, ലൈക്കൻസിൽ നിന്നാണ് നമ്മൾ അതിൽ നിന്നൊരു സാധനം എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് പേപ്പറിലോട്ട് ഇൻഫ്യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ദേ ഈ റെഡ് ആൻഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. ഇങ്ങനെ ഇരിക്കും കാണാൻ, ഇങ്ങനെ ഇരിക്കും കാണാൻ ലിറ്റ്മസ് പേപ്പർ. ഓക്കെ ഓക്കെ. അപ്പൊ ഇവരെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ളത്. ദേ എനിക്ക് കൊണ്ടു തന്നു, ആദ്യത്തെ സാറ് കൊണ്ടുവന്നിട്ടുണ്ട് ടെസ്റ്റ് ട്യൂബ്. പറ ടീച്ചറെ, ഇത് ആസിഡ് ആണോ ബേസ് ആണോ? അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി? നമ്മളിങ്ങനെ ഡയലോഗ് അടിക്കുന്ന അത് കാണിച്ചു കൊടുത്താൽ മതി. സർ കൻ യു ഷോ ദ ആനിമേഷൻ? സാറിന് ഇഷ്ടമുള്ള ആളെടുത്തോ. ആദ്യം ആസിഡ് വേണമെങ്കിൽ ആസിഡ്, ബേസ് വേണമെങ്കിൽ ബേസ്. ഓക്കെ, യുവർ ചോയ്സ്. എടുത്തോളൂ. സാറ് പറഞ്ഞില്ലേ അത് ആസിഡ് ആണെന്ന്, പിന്നെ ഞാൻ എന്തിനു കാണിച്ചു തരാം അത് ആസിഡ് ആണോ ബേസ് ആണോ എന്നല്ലേ? ഷെട്ടാ, അങ്ങനെയില്ല. എന്തായാലും ഞങ്ങൾ എടുക്കുന്ന സാധനം ഞങ്ങൾക്ക് അറിയാലോ ആസിഡ് ആണോ ബേസ് ആണോ. യെസ് സർ, ഷോസ്. ദേ മക്കളെ, ഐ സ്റ്റോപ്പ് ബൈ ദ സ്പീഡ്. അവിടെ നിന്നു. അപ്പൊ ദേ നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ആസിഡ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ആസിഡ് ആണെന്ന് ഇപ്പൊ നമുക്കറിയാം. ടീച്ചർ എന്താണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കയ്യിലുള്ളത് ആസിഡ് ആണെന്ന് നമുക്കറിയില്ലേ, പിന്നെ നമ്മളത് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ചോദിക്കരുത്, ഇതല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ സംഭവിക്കാന്ന്. അപ്പൊ അതായത് നമ്മള് ആസിഡ് ടെസ്റ്റ് ട്യൂബിനകത്ത് എടുത്തേക്കാണ്.
ഇതിനകത്തോട്ട് ഞാൻ ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കാൻ പോവാണ്. ആക്ച്വലി ഡിപ്പ് ചെയ്ത് നോക്കാൻ പോവാണ്. ഒരെണ്ണം മുക്കി നോക്കിയാൽ പോരാ, 2 മുക്കി നോക്കണം. അപ്പൊ ആദ്യം നമ്മൾ മുക്കാൻ പോകുന്നത് റെഡ് ലിറ്റ്മസ് പേപ്പർ ആണ്. യെസ് സർ, മുക്കിക്കേ. റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്കുന്നോ പൊക്കുന്നോ? മുക്കി പൊക്കി അവിടെ. സ്റ്റോപ്പ്. ഒന്നും സംഭവിച്ചില്ല അല്ലെ? ഒന്നുകൂടെ മുക്കിയേ സാർ, റെഡിനെ ഒന്നും കൂടെ മുക്കിക്കേ. നോക്കിക്കേ ഗൈസ്, സ്റ്റോപ്പ്. ഒരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ദാറ്റ് മീൻസ് അപ്പോ നമ്മുടെ ആസിഡിന്റെ അകത്ത് റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ ഒരു മാറ്റം ഉണ്ടാവില്ല. എങ്കിൽ നമുക്ക് ബ്ലൂ ഒന്ന് മുക്കി നോക്കാം. യെസ് സർ, നമുക്ക് എപ്പോഴും നമ്മുടെ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ 2 പേരെയും മുക്കി നോക്കണം. അപ്പൊ നമ്മളുടെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ മുക്കുന്നു. Look at that guys, അതിന്റെ കളർ മാറി. ഇറ്റ് ബിക്കേം റെഡ് കളർ. നേരത്തെ അത് ബ്ലൂ ആയിരുന്നു, ഇപ്പൊ അത് എന്തായിട്ട് മാറി? അത് റെഡ് കളർ ആയിട്ട് മാറി. അപ്പൊ നമുക്ക് മനസ്സിലായി, ഉറപ്പിച്ചു നമ്മള്, യെസ്, ഈ ടെസ്റ്റ് ട്യൂബിൽ ഇരിക്കുന്നത് ആസിഡ് ആണ്. ആസിഡുകളാണ് എന്ത് ചെയ്യാറുള്ളത്? ആസിഡിന്റെ കേസിലാണ് മുക്കുമ്പോൾ ബ്ലൂവും മുക്കുമ്പോൾ ബ്ലൂ മുക്കി കഴിഞ്ഞാൽ റെഡ് ആവുന്നതും, റെഡ് മുക്കുമ്പോ അത് ബ്ലൂ ആവും, ഒന്നും ആവില്ല, റെഡ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. ഓക്കെ സർ, ഇത് മാറ്റിക്കേ. നമുക്ക് ഇനി ബേസിനകത്ത് നോക്കാം. അപ്പൊ തൽക്കാലം മാറ്റിക്കോ, ഞാൻ എഴുതി വെക്കട്ടെ. യെസ് സർ, വെയിറ്റ് മിനിറ്റ്. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തത്? നമ്മളിപ്പോ ആസിഡ് ആണ് എടുത്തത് അല്ലെ? അപ്പൊ റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോ നോ കളർ ചേഞ്ച്. ബ്ലൂവിന്റെ കേസിലാണെങ്കിലോ ഇതാ എന്തായിട്ട് മാറി? ഇറ്റ് ടേൺസ് റെഡ്. അത് റെഡ് ആയിട്ട് മാറി. ആൻഡ് അടുത്തത് ബേസിന്റെ കേസിൽ, ലെറ്റ്സ് സീ സർ, ഷോ us. ബേസിന്റെ കേസിൽ എന്താ സംഭവിക്കുക? അതന്നെ നമ്മൾ അതിനെ നോക്കാൻ പോകും. ടെസ്റ്റ് ട്യൂബിൽ നേരത്തെ ആസിഡ് എടുത്തതുപോലെ കുറച്ച് ബേസ് എടുത്തോളൂ. ഓക്കെ, സ്റ്റോപ്പ് ഇറ്റ് സർ. അപ്പോ ഇത് ആസിഡ് പറ്റിച്ചു. സാർ ഇത് ഓഫ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇത് ഓഫ് ചെയ്തിട്ടില്ലേ? ആസിഡിന്റെ ഓഫ് ചെയ്തിട്ടില്ലേ? യെസ്, ഡൺ. സ്റ്റോപ്പ്. നമ്മളെ ടെസ്റ്റ് ട്യൂബിനകത്ത് ബേസ് എടുത്തു. ആദ്യം തന്നെ നമ്മൾ മുക്കാൻ പോകുന്നത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണ്. സർ പ്ലീസ് ഡിഡ് ദാറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ബേസ് എടുത്ത് നമ്മൾ അതിനകത്തോട്ട് ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ മുക്കുന്നു. നോ കളർ ചേഞ്ച്. കാരണം എന്താ? നേരത്തെ ആസിഡിന്റെ കേസിൽ അങ്ങനെയായിരുന്നു അല്ലെ? റെഡ് മുക്കിയപ്പോ കളർ ചേഞ്ച് ഉണ്ടായില്ല. അതുപോലെ ഇവിടെ ബ്ലൂ മുക്കുമ്പോ നോ കളർ ചേഞ്ച്. സാർ അത് മാറ്റിട്ട് റെഡ് മുക്കിക്കേ. റെഡ് മുക്കിയപ്പോ എന്ത് സംഭവിച്ചോ? റെഡ് എന്തായിട്ട് മാറി? ബ്ലൂ ആയിട്ട് മാറി. ഓക്കെ, റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറി? ബ്ലൂ ആയിട്ട് മാറി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അവിടെ കളർ ചേഞ്ച് ആയി. അത് ഇറ്റ് ടേൺസ് ബ്ലൂ. ബേസ് ബ്ലൂ BB. ഗോട്ട് ഇറ്റ്? അതായത് എന്താവും? BB ആണ്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ബേസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ബ്ലൂ. സർ അന്വേഷിച്ച് മതി. ഈ ബേസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ബ്ലൂ. ആലോചിച്ച് നോക്കിയേ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നോക്കിയപ്പോൾ അത് ബ്ലൂ ആയിട്ടിരുന്നു, റെഡ് നോക്കിയപ്പോൾ അതും ബ്ലൂ ആയി. സോ ബേസ് ബ്ലൂ. ഇനി ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഖത്തര അപകടമല്ല, ഓൾവേസ് ഡേഞ്ചർ കാണിക്കാൻ നമ്മൾ റെഡ് കാണിക്കും. അപ്പോൾ ആസിഡ് റെഡ്. ഓക്കെ, റെഡ് മുക്കിയാൽ റെഡ് ആയിട്ടിരിക്കും, ബ്ലൂ മുക്കിയാൽ റെഡ് ആയിട്ടിരിക്കും. ഞാനിങ്ങനെ നോക്കുക, എൻ്റെ ഫോണിൽ ഇങ്ങനെ തുരുതുരാ മെസ്സേജ് വരികയാണ് കേട്ടോ. ഇത്രയും മെസ്സേജ് ഈ അടുത്ത കാലത്തൊന്നും ഞാനിട്ടൊരു സ്റ്റാറ്റസിന് വന്നിട്ടില്ല. അതാണ് നമ്മൾ ജീവിതത്തിൽ പറയുന്നത്. എന്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ ഡെഫിനറ്റ്ലി എവ്രി വൺ വിൽ നോട്ടീസ്. അതായത് ഞാൻ ഇന്ന് ഒരു സ്റ്റാറ്റസ് ഇട്ടു ഗൈസ്, നാളെ ലീവ് ഇല്ല എന്ന് ആദ്യം ഗവൺമെന്റ് പ്രഖ്യാപിച്ചല്ലോ. അപ്പൊ ഞാൻ അത് സ്റ്റാറ്റസ് ഇട്ടു, നാളെ ലീവ് ഇല്ല. എന്നിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് വന്നു, പിന്നെ ലീവ് ഇല്ല എന്ന് മാറ്റി. ഓൾറെഡി അറിഞ്ഞു ലീവുണ്ട്, നാളെ ലീവ് ഉണ്ട് സ്കൂളുകളിലെല്ലാം. ഷെടാ, സ്റ്റാറ്റസ് ഞാൻ മാറ്റിയിട്ടില്ല. ഇത്രയും നാട്ടുകാർ എനിക്ക് ഞാനിവിടെ ജീവിച്ചിരിക്കണോ എന്ന് അറിഞ്ഞത് ഇപ്പോഴായിരിക്കും എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്.
മാറ്റി ഓക്കെ, ഞങ്ങളിവിടെ മാറ്റിയിട്ടുണ്ട്. ടീച്ചർ അറിഞ്ഞില്ലേ? ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് ഇല്ല. ഓ എന്റെ ദൈവമേ, ഇത്രേ സ്നേഹം. എന്താ ചെയ്യാ? അതാണ് നമ്മൾ പറയുന്നത്. എത്രയോ നല്ല കാര്യങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇടുന്നു, ഒരാളും മിണ്ടാറില്ല. തെറ്റിട്ടോ മൊത്തം പ്രശ്നമാവും. തെറ്റല്ല, അവള് ചേഞ്ച് ചെയ്തതാണ്. ക്ലാസ്സിന്റെ അകത്ത് എനിക്ക് ഇപ്പൊ സ്റ്റാറ്റസ് മാറ്റി കളിക്കാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യും വേണം. എനിവേ ഗൈസ്, അപ്പൊ ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞത് ലിറ്റ്മസ് പേപ്പർ ഇൻഡിക്കേറ്ററിന്റെ കാര്യമാണ് കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇനി ഇപ്പൊ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് ആസിഡ് ആണോ ബേസ് ആണോ നോക്കാൻ നമ്മൾ എന്ത് വേണം? ഏത് നേരം മുക്കി പൊക്കി ഇരിക്കണം. 2 എണ്ണം പിടിച്ച് മുക്കി പൊക്കണം. അതിനൊന്നും ആവശ്യമില്ലാത്ത ഒരാളും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇറ്റ് ഈസ് ഫിനോഫ്തലിൻ. നിങ്ങൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഫിനോഫ്തലിൻ വെച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ. ഓർമ്മയുണ്ടോ? ഫിനോഫ്തലിൻ അതൊരു ഇൻഡിക്കേറ്റർ ആണ്. അത് ഭയങ്കര ഈസിയാണ്. സർ കാണിച്ചു തന്നെ ഞങ്ങൾക്ക്. മറ്റേത് 2 പേപ്പറും കീറി മുക്കി പൊക്കി ഒക്കെ നോക്കണം. ഇതൊന്നുമില്ല. ദാറ്റ്സ് എ കെമിക്കൽ സബ്സ്റ്റൻസ്. നമ്മുടെ ലബോറട്ടറിയിൽ ഇങ്ങനെ കെമിക്കൽ ലാബുകളിലൊക്കെ അതിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, ഫിനോഫ്തലിൻ ഒരു ബോട്ടിൽ ഇരിക്കുന്നുണ്ടാവും. അതെടുത്ത് ഒരു ഡ്രോപ്പർ വെച്ച് മുക്കി പൊക്കി എടുത്ത് 2 നമ്മുടെ കയ്യിലാണ്. നമുക്ക് ഏതിലാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അതിനകത്ത് ഒഴിച്ചു നോക്കാം. ദാറ്റ്സ് വെരി സിമ്പിൾ. കണ്ടോ, ഫിനോഫ്തലിൻ ഇതുപോലത്തെ ബോട്ടിൽ ഇങ്ങനെ കളറൊന്നും ഇല്ലാത്തൊരു സാധനമാണ്, അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ആസിഡ് ഉണ്ട് ബേസ് ഉണ്ട്, നമുക്ക് നോക്കാം അതിൽ 2ലും ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന്. സർ ഷോസ് ദാറ്റ്. നോക്കിയേ, ഫിനോഫ്തലിൻ ഡ്രോപ്പർ എടുത്ത് നമ്മൾ ആസിഡിന്റെ അകത്ത് ഒഴിച്ചു. നോ ചേഞ്ച് അല്ലേ, അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബേസിന്റെ അകത്ത് ഒഴിച്ചു. ഇറ്റ് ബിക്കം പിങ്ക് കളർ അല്ലെ? ബേസിനകത്ത് ഫിനോഫ്തലിൻ, സർ ഒരു മിനിറ്റ് കേട്ടോ, ബേസിനകത്ത് ഫിനോഫ്തലിൻ പിങ്ക് കളർ കാണിക്കുന്നു. ആസിഡിന്റെ അകത്ത് നോ ചേഞ്ച്, അങ്ങനെ തന്നെ ഇരിക്കുന്നു. വെരി സിമ്പിൾ. നമുക്കിനി 2 എണ്ണം മുക്കി പൊക്കി കീറേണ്ട ആവശ്യമൊന്നുമില്ല, ഒഴിച്ചു കൊടുത്താൽ മതി. പിങ്ക് കളർ കാണിച്ചോ, ഇറ്റ് ഇസ് ബേസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും 8ാം ക്ലാസ്സുണ്ട്, 9ാം ക്ലാസ്സുണ്ട്, 10ാം ക്ലാസ്സുണ്ട്, +1 ഉണ്ട്, +2 ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ഫിനോഫ്തലിൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ കുറെ ഉണ്ട്, മീത്തൈൽ ഓറഞ്ച്, പിന്നെ അങ്ങനെ കുറെ പേരുണ്ട്. പക്ഷെ നമുക്ക് അവരൊന്നും ആവശ്യം വരാറില്ല, തൽക്കാലത്തിന് ആവശ്യമില്ല 10ാം ക്ലാസ് ഒന്നും വരെ. അപ്പൊ അതുകൊണ്ട് ടീച്ചർ അതിനെ പറ്റി പറയുന്നില്ല. ഓക്കെ, സോ ഇന്നെടുത്ത എന്തെങ്കിലും അറിയാത്തതായിട്ട് മനസ്സിലാവാത്തതായിട്ട്, സർ മാറ്റിപ്പോ, അറിയാത്തതായിട്ട് മനസ്സിലാവാത്തതായിട്ട് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാവും? എനിവൺ? നോ, ഗൗരി ഈസ് ലൈക്ക് ടീച്ചർ ഒന്നുമില്ല, ഒന്ന് വേഗം നിർത്തി. അങ്ങനെയാണോ ഗൗരി അത്? പിന്നെ ബാക്കിയോട് പറ. ശരി, അവിടെ ഉണ്ടെന്നാണ് നമ്മൾ ഇവിടെ നോക്കുമ്പോ കാണുന്നത്. ഉണ്ടോ ഇല്ലേ ദൈവതമ്പുരാന് മാത്രമേ അറിയുള്ളൂ. ഉണ്ടോടാ അവിടെ നിങ്ങൾ? ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഓക്കെ, എനിവേ സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ സെഷൻ ദെൻ. അപ്പോൾ നിങ്ങളുടെ ടൈം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്താണോ ജെന്യുവൻ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പറയണം കേട്ടോ. അപ്പോൾ ബൈ, സീ യു ഗൈസ്.